ചൂട് കാരണമാണ് പുറത്തിറങ്ങുന്നത് പൊതുവെ ഒരു ധാരണ. അതെ. പക്ഷെ 2024 ഇവിടെ ഇതിനേക്കാളും ഹോട്ട് ക്ലൈമറ്റ് ആയിരുന്നു അന്ന് ഈ പാമ്പിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ഫിയർ ആയിരുന്നു. ഈ 2 കുട്ടികൾ മരിച്ച സംഭവം ഇതിനകത്ത് കയറിയിരിക്കുന്ന അങ്ങനെ ഒരു ഏറ്റവും കൂടുതൽ ആൾക്കാർ ഭയപ്പെട്ടെന്ന് പറഞ്ഞാല് വീടിനകത്തേക്ക് പാമ്പ് കയറി വരുന്നു എന്നുള്ളൊരു സംഗതിയാണ്. സാധാരണ എന്ന് പറഞ്ഞാൽ ഈ ടൈൽസിലൂടെ പാമ്പ് ഇഴയില്ല. അപ്പം ടൈലിട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അടച്ചുറപ്പുള്ള ഒരു മോഡേൺ രീതിയിലുള്ള ഒരു വീടിനകത്തേക്ക് പാമ്പ് വരില്ല എന്നുള്ളതാണ്. ആ ധാരണ നമ്മൾ ബേസിക്കലി പാമ്പുകളെ പറ്റിയുള്ള കൃത്യമായിട്ടുള്ള ധാരണയുണ്ടെങ്കിൽ നമുക്ക് വളരെ ഹെൽത്തി ആയിട്ട് അതുമായിട്ട് കോഎക്സിസ്റ്റ് ചെയ്യാം. അതിന് ഏറ്റവും വളരെ നല്ല ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഓസ്ട്രേലിയയിൽ ഒരുപാട് നമുക്ക് ഇന്ത്യയിലുള്ളതിനേക്കാൾ കൂടുതൽ വിഷമുള്ളതും വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളതുമായിട്ടുള്ള വളരെ വേഗത കൂടിയ, ഇപ്പം പൊതുവിൽ ഇന്ത്യയിലെ വിഷപ്പാമ്പുകളെ സംബന്ധിച്ച് വിഷമില്ലാത്ത പാമ്പുകളെ അപേക്ഷിച്ച് വേഗത കുറവാണ്. പക്ഷേ അവിടെ എന്ന് പറഞ്ഞാൽ വളരെ വേഗതയുള്ളതും എന്നാൽ വളരെ വിഷമുള്ളതുമായിട്ടുള്ള പാമ്പുകളൊക്കെ ഉള്ള രാജ്യങ്ങളാണ്. പക്ഷെ അവിടെ ആൾക്കാരുടെ ഒരു ലെവൽ ഓഫ് അവയർനെസ് ഹൈ ആയത് കാരണം സ്നേക്ക് ബൈറ്റ് ഇടയ്ക്ക് ഉണ്ടാവാറുണ്ടെങ്കിലും അത് അവർ ഭംഗിയായിട്ട് മാനേജ് ചെയ്യുന്നു. അത് ഡെത്തിലേക്കോ അല്ലെങ്കിൽ മറ്റ് അപകടത്തിലേക്കോ എത്തിക്കത്തില്ല. അവിടെ ഒരു വർഷം 2-3 പേരൊക്കെ മാത്രമാണ് പാമ്പ് കടിയിട്ട് മരണപ്പെടുന്നത്. അപ്പോൾ ആ ഒരു അവയർനെസ് ലെവലിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഹൗ ടു കോഎക്സിസ്റ്റ്, അല്ലെങ്കിൽ നമ്മുടെ സ്പേസിലേക്ക് അവർ വരാതെ എങ്ങനെ നമ്മൾ സേഫ് ആവുക. എങ്ങനെ സേഫ് ആവാം? ഒന്ന്, വീടിനകത്തേക്ക് അവർ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ. ഒന്ന്, ഈ പലതരത്തിലുള്ള എൻട്രി പോയിന്റ്സ് ഉണ്ടാവും വീടിനകത്തേക്ക്. ഇപ്പം വാതിൽ തുറന്നിട്ട് കഴിഞ്ഞാൽ വാതിലിലൂടെ അകത്തേക്ക് കടന്നു വരാം. ജനാല തുറന്നിട്ട് കഴിഞ്ഞാൽ സാധാരണ വീടിൻ്റെ ജനാല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4 അടിയോ 5 അടിയോ ഉയരത്തിലായിരിക്കും തറനിരപ്പിന്ന്. അപ്പോൾ അത്രയും ഉയരത്തിലേക്ക് പാമ്പ് കയറി വരാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. അങ്ങനെ ഡയറക്റ്റ് കയറി വരത്തില്ല. ഒരു 6 അടി നീളമുള്ള മൂർഖനൊക്കെ ആണെങ്കിൽ പോലും ഒരു 5 അടി ഉയരത്തിലുള്ള ജനാലയിലൂടെ കയറി വരാൻ പറ്റില്ല. അപ്പോൾ എന്തെങ്കിലും കണക്ഷൻസ് അവിടെ ഉണ്ടാവും. ചിലപ്പോൾ വിറക് ചാരി വെച്ചിരിക്കുന്നതോ ഒരു അലക്ഷ്യമായിട്ടൊരു തൂമ്പായോ മറ്റെന്തെങ്കിലും ആയുധങ്ങളൊക്കെ നമ്മൾ വീടിൻ്റെ പുറത്ത് ചാരി വെച്ചിരിക്കുന്നതിലൂടെ പാമ്പിന് കയറി ഉള്ളിലേക്ക് വരാം. രാത്രി സമയങ്ങളിൽ നമ്മൾ ജനാല തുറന്നിട്ട് ചൂട് കാരണം അങ്ങനെയൊക്കെ ഉറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരം കണക്ഷൻസ് ഉണ്ടെങ്കിൽ രാത്രി സമയങ്ങളിലും പാമ്പിന് ഉള്ളിലേക്ക് കയറി വരാം. ഭിത്തിയിലൂടെ കോർണേഴ്സിലൂടെ ഇഴഞ്ഞു കയറാൻ പറ്റുന്ന ചില ഇനങ്ങളുണ്ട്. ഇപ്പം വെള്ളിക്കെട്ടൻ, ശംഖുവരയൻ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന കോമൺ ക്രൈറ്റ്, അതിന് ചെറിയ പരുക്കൻ പ്രതലം ഉണ്ടെന്നുണ്ടെങ്കിൽ, അത്യാവശ്യം ഗ്രിപ്പുള്ള ഒരു സർഫസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതുവഴി കയറി വരാൻ പറ്റും. സാമാന്യം ഇപ്പോൾ ഒരു നില 2ാമത്തെ നിലയിലേക്ക് കയറി വരാൻ പറ്റും. അത് ചിലപ്പോൾ ഈ ഒരു പ്ലംബിംഗ് വർക്കിന്റെ ആ ഒരു പൈപ്പിലൂടെ ആയിരിക്കും. അപ്പോൾ ആ ഒരു ഭാഗത്ത് അതിന് ശൽക്കങ്ങൾ നിലത്തമർത്തിയിട്ടാണ് അത് കയറി വരുന്നത്. അപ്പോൾ അതിന് കയറി വരാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഗ്രിപ്പ് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ആ ഒരു ഗ്യാപ്പിലുണ്ടെന്നുണ്ടെങ്കിൽ അതിന് കയറി വരാൻ പറ്റും. ഉൾഫ് സ്നേക്ക് നന്നായിട്ട് ചുമരിലൂടെയൊക്കെ കയറും. മീൻസ് പല്ലി കയറുന്നത് പോലെ പ്ലെയിൻ ആയിട്ടുള്ള ചുമരിലല്ല ഇത് കയറുന്നത്. എന്തെങ്കിലും വയറിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ ആ വിൻഡോയുടെ എഡ്ജിലൂടെയോ അത്തരത്തിലുള്ള ഒരു പരുക്കൻ പ്രതലമുള്ള ഭാഗങ്ങളിലൂടെ അത് കയറി ഉള്ളിലേക്ക് വരാം. അങ്ങനെ അത് ചിലപ്പോൾ ഫ്ലാറ്റുകളുടെ 10ാം നിലയിൽ പാമ്പിനെ കണ്ടു എന്നുള്ളൊക്കെ ന്യൂസ് വരാറുണ്ട്. അത് ചുമരിലൂടെ തന്നെ കയറി വരണമെന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ ഒരു പക്ഷി കൊത്തിക്കൊണ്ടുവന്നത് അവിടെ നിന്ന് അതിൻ്റെ കയ്യിൽ നിന്ന് എസ്കേപ്പ് ആയതായിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ താഴെ നിന്ന് എന്തെങ്കിലും പച്ചക്കറി വാങ്ങിയ കവറിനകത്ത് ചീരയുടെ കെട്ടിനകത്തുനിന്ന് പാമ്പിൻ്റെ കടിയേറ്റ സംഭവങ്ങളുണ്ട്. അല്ലെങ്കിൽ വാങ്ങി ഒരു പാക്കറ്റ് നിലത്ത് വെച്ചു, എന്നിട്ട് വേറെ കുറച്ച് സംഗതികൾ വാങ്ങിയിട്ട് വന്നു, അപ്പോഴേക്കും ഇതിനകത്ത് കയറിയിരുന്നു. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ടാകാം. ഈ തൃശ്ശൂർ കോടാലിയുടെ കുട്ടിക്ക് പാമ്പ് കടിയേറ്റ ആ വീട്ടിൻ്റെ ഒരു പ്രത്യേകതകളെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി വള്ളിച്ചെടികൾ, അലങ്കാര ചെടികൾ അവിടെ ഉണ്ടായിരുന്നു. ഒന്ന് മണി പ്ലാന്റ്സ് ഉണ്ടായിരുന്നു, മുന്തിരി വള്ളി ഉണ്ടായിരുന്നു. പലരും നമ്മൾ വളർത്തുന്നതാണ്. ബൊഗൈൻ വില്ല കാണാൻ നല്ല ഭംഗിയാണ്. പാഷൻ ഫ്രൂട്ട്, അതുപോലുള്ള വള്ളിച്ചെടികളൊക്കെ നമ്മൾ അലങ്കാരത്തിന് വേണ്ടിയൊക്കെ വളർത്താറുണ്ട്. ഇതൊക്കെ പാമ്പുകളുടെ എൻട്രി പോയിന്റ്സ് ആകണമെന്ന് നിർബന്ധമില്ല. അതുവഴി അകത്ത് കയറാനുള്ള പ്രൊവിഷൻസ് ഉണ്ടെങ്കിൽ, അത് ഒരുപക്ഷെ ജനാലയുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ഈ വള്ളി നിൽക്കുകയാണെങ്കിൽ, എയർ ഹോളുമായിട്ട് കണക്റ്റഡ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ, ചിലപ്പം ഈ വീടിൻ്റെ പുറത്ത് ഇച്ചിരി ഉയരത്തിലുള്ള വെന്റിലേറ്ററോ എക്സോസ്റ്റ് ഫാനോ അല്ലെങ്കിൽ എയർ ഹോളോ അങ്ങനെ എന്തെങ്കിലുമായിട്ട് കണക്റ്റഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ഈ സർവീസ് വയർ, സ്റ്റേ വയർ, നമ്മുടെ ഇൻ്റർനെറ്റ് കേബിള്, ഇതൊക്കെ എയർ ഹോളിലൂടെയൊക്കെ അകത്തേക്ക് വരുന്ന ഭാഗങ്ങളുണ്ട്. അതിലൂടെയും കയറി വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള വയറിൻ്റെ ഭാഗങ്ങളൊക്കെ സീൽ ചെയ്യുക. ഈ വള്ളിച്ചെടികളുടെയൊക്കെ ഇത്തരം എൻട്രിയുമായിട്ട് കണക്റ്റഡ് ആകുന്ന ഭാഗങ്ങൾ മാത്രം ക്രോപ്പ് ചെയ്താൽ മതി. അല്ലാതെ വളർത്തുന്നതിന് പ്രശ്നമില്ല. വള്ളിച്ചെടികൾ മാറ്റണമെന്നല്ല ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്തരം എൻട്രീസൊക്കെ നമുക്ക് ഒഴിവാക്കാം. വീടിൻ്റെ ചുറ്റുവട്ടത്ത് 2 സംഗതികൾ പാമ്പുകളെ ആകർഷിക്കും. ഈ 2 സംഗതികൾ നമ്മൾ ഒഴിവാക്കുക. ഒന്ന് ഹൈഡ് ഔട്ട്സ് ആണ്, മറ്റൊന്ന് ഫുഡാണ്.
ഫുഡും ഹൈഡൗട്ട്സും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഒളിച്ച് താമസിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ പാമ്പുകൾ അതിലേക്ക് അട്രാക്റ്റഡ് ആവും. ഭക്ഷണത്തിന്റെ അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ അതിലേക്ക് പാമ്പുകൾ അട്രാക്റ്റഡ് ആവും. ഭക്ഷണം എന്ന് പറയുമ്പോൾ എലിയുടെ സാന്നിധ്യം പാമ്പുകളെ ഉറപ്പായിട്ടും അട്രാക്ട് ചെയ്യുന്ന ഒരു സംഗതിയാണ്. എലി വരാൻ സാധ്യത ഉണ്ടാകുന്നത് നമ്മൾ ഫുഡിന്റെ വേസ്റ്റൊക്കെ ഒരു ശ്രദ്ധയില്ലാതെ അവിടെയൊക്കെ ഇടുമ്പോഴാണ്. അത് സ്കൂളുകളുടെ പരിസരമാവാം, അല്ലെങ്കിൽ ഓഫീസിന്റെ അടുത്താവാം, വീടിന്റെ അടുത്താവാം. ഏത് തരത്തിലുള്ള ബിൽഡിങ്സ് ആയാലും അതിനടുത്ത് ഫുഡിന്റെ അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ എലി വരും. എലിയുടെ സാന്നിധ്യം പാമ്പുകളെ ആകർഷിക്കും. ഇപ്പോൾ ഫുഡിന്റെ വേസ്റ്റ് അതിപ്പം വീട്ടിലാണെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഫുഡിന്റെ ആവണമെന്നില്ല. ചിലപ്പോൾ വീട്ടിൽ വളർത്തുന്ന പക്ഷികൾക്ക് കൊടുക്കുന്ന ഫുഡിന്റെ ബാക്കിയായിരിക്കാം, ചിലപ്പോൾ വീട്ടിലെ പൂച്ചയ്ക്ക് കൊടുക്കുന്നതിന്റെ ബാക്കിയായിരിക്കാം. എന്ത് തരത്തിലുള്ള ഫുഡായാലും കന്നുകാലികൾക്ക് കൊടുക്കുന്ന പിണ്ണാക്കിന്റെ ബാക്കിയായാൽ പോലും എലികൾ അതിലേക്ക് ആകർഷിക്കപ്പെടും, എലി വരും. അപ്പോൾ ആ എലി വരുമ്പോൾ അതിനെ പിടിക്കാൻ വേണ്ടി പാമ്പുകൾ വരും. അപ്പോൾ ഫുഡിന്റെ വേസ്റ്റൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സാധ്യത നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് റൂൾ ഔട്ട് ചെയ്യാം. എലി വന്നു കഴിഞ്ഞാൽ മറ്റൊരു സംഗതി, എലി മാളങ്ങൾ ഉണ്ടാക്കും. ആ മാളം വീണ്ടും പാമ്പിന് ഹൈഡൗട്ട്സ് ആവാനും സാധ്യതയുണ്ട്. ചില ചെടികൾ പാമ്പുകൾക്ക് കൂടുതൽ ഇഷ്ടമാണ്, വളർത്തിയാൽ അതായത് പാമ്പുകളെ ആകർഷിക്കുന്നു എന്നുള്ള രീതിയിൽ പലപ്പോഴും പറയാറുണ്ട്. ഈറ്റ അതുപോലുള്ള സംഗതികളൊക്കെ, അല്ലെങ്കിൽ മുള ഒക്കെ വെച്ച് പിടിപ്പിച്ചു കഴിഞ്ഞാൽ പാമ്പുകൾ ആകർഷിക്കപ്പെടും. മുളയുടെ ചുവട്ടിലൊക്കെ എപ്പോഴും നല്ല തണുപ്പാണ്. മുള കൂട്ടമായിട്ടാണ് സാധാരണ, ഒറ്റ ചെടിയായിട്ടല്ല, കൂട്ടമായിട്ട് വളരുന്നതുകൊണ്ട് അതിനിടയ്ക്ക് പാമ്പിന് കയറിയിരിക്കാനുള്ള ധാരാളം സ്പേസ് ഉണ്ട്. തണുപ്പും തണലും എപ്പോഴും പാമ്പുകളെ ആകർഷിക്കും. പ്രത്യേകിച്ച് ഈ ചൂട് കാലത്ത് അല്പം തണുപ്പുള്ള സ്ഥലങ്ങൾ, തണലുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ പാമ്പ് അവിടേക്ക് വരും. അപ്പോൾ നമ്മൾ ചെടിച്ചട്ടിയൊക്കെ വെച്ചിരിക്കുന്നു, അല്ലെങ്കിൽ വീട്ടിൽ ലോണുണ്ട്, അത് ദിവസവും വൈകുന്നേരം നനയ്ക്കുന്നതാണ്. അവിടെ എപ്പോഴും ഒരു തണുപ്പും ഒരു തണലും ഒരു പച്ചപ്പും ഒക്കെ ഉണ്ടാവും. അത്തരം ചെടിച്ചട്ടികൾ കൂട്ടി വെച്ചിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മൾ അത് ചെടിച്ചട്ടിയൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് പറയുന്നത്, തണുപ്പിലേക്കും തണലിലേക്കും അട്രാക്റ്റഡ് ആകുന്ന പാമ്പുകൾ അവിടെ വന്നിരിക്കാനൊക്കെ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. ഈ ഫുഡിൻ്റെ അവൈലബിലിറ്റിയുടെ കാര്യം പറഞ്ഞപ്പോൾ വേറൊരു സംഗതി, പക്ഷികളെ വളർത്തുന്ന വീടുകളിൽ അലങ്കാര പക്ഷികൾ, ലവ് ബേഡ്സ് ഒക്കെ ആണെങ്കിൽ അതിനെ പിടിച്ച് കഴിക്കുന്ന പാമ്പുകളുണ്ട്. മൂർഖൻ ചേരയൊക്കെ ലവ് ബേഡ്സിനെ പിടിച്ച് ഭക്ഷണമാക്കും, അതിൻ്റെ മുട്ടയെടുത്ത് കഴിക്കും. അപ്പോൾ അത്തരം സാഹചര്യത്തിലേക്ക് ഇത്തരം പാമ്പുകൾ ആകർഷിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ലവ് ബേഡ്സ്, വളർത്തരുത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ അങ്ങനെയുള്ള വീടുകളിൽ അതിനെതിരെ ഒരു കരുതൽ വേണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഹൈഡൗട്ട്സ് ആകാൻ സാധ്യതയുള്ള വിറക് കൂട്ടിയിട്ടിരിക്കുന്നു, തേങ്ങ പോലുള്ള സംഗതികളൊക്കെ കൂട്ടിയിട്ടിരിക്കുന്നു. നിർമ്മാണ വസ്തുക്കൾ, ചിലപ്പോൾ ഇഷ്ടികയാവാം, അല്ലെങ്കിൽ നമ്മൾ വീടിൻ്റെ മെയിൻ്റനൻസിന് വേണ്ടിയോ ഒക്കെ സ്കൂളുകളിലാണ് ഇത് കൂടുതലും കാണാറ്. സ്കൂളിൽ ക്ലാസ് റൂമിനോട് ചേർന്ന് റീ ഓപ്പണിങ്ങിൻ്റെ സമയത്ത് ഒരു മെയിൻ്റനൻസ് വർക്കൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടുള്ള ഈ നിർമ്മാണ സാമഗ്രികളൊക്കെ എവിടെയെങ്കിലും കൂട്ടിയിട്ടും അതിനകത്ത് കയറിയിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ പൊത്തുമാളം എന്തായാലും പാമ്പുകളെ ആകർഷിക്കും. അപ്പോൾ വീടിൻ്റെ പരിസരത്തോ അല്ലെങ്കിൽ ഓഫീസിലോ സ്കൂളുകളിലോ ഒക്കെ പരിസരത്ത് പൊത്തുകൾ മാളങ്ങളോ ഒന്നും ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. എൻട്രി പോയിന്റ്സ്, ഇതുപോലുള്ള സാധ്യമായ എൻട്രി പോയിന്റ്സ് ഒക്കെ നമ്മൾ കണ്ടെത്തിയിട്ട് ബ്ലോക്ക് ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ പാമ്പുകൾ ആ ഏരിയയിലേക്ക് വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ശ്രദ്ധിക്കാം. കുഞ്ഞു പാമ്പുകൾ എസ്പെഷ്യലി, ഈ കുഞ്ഞു പാമ്പുകൾ തീരെ ചെറുതായത് കാരണം കുട്ടികളൊക്കെ സ്കൂളിൽ നിന്നൊക്കെ വന്നിട്ട് വീടിൻ്റെ പുറത്ത് ഊരി വയ്ക്കുന്ന ഷൂവിനകത്തും കയറിയിരിക്കാം. അതിനെ സംബന്ധിച്ച് അതൊരു ചെറിയ മാളം പോലെ തോന്നുന്നു, അതിനകത്ത് കയറിയിരിക്കാം. അപ്പോൾ എപ്പോഴും കുട്ടികൾ ഷൂ എടുത്ത് ഇടുമ്പോഴേക്കും അത് ഒന്ന് തട്ടി നോക്കിയിട്ട് ഇടണം എന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. പിന്നെ വെളുത്തുള്ളിയുടെ എന്തൊക്കെയോ ഇട്ടാല് ഈ പാമ്പിനകത്ത് വരില്ല എന്നൊക്കെ പറയുന്നത്, അങ്ങനെ ഒരു ധാരണയുണ്ട്. അതായത് വെളുത്തുള്ളി ചതച്ചിടുക, പാൽക്കായം, പാമ്പിന് സ്മെല്ല് ചെയ്യാനുള്ള കഴിവില്ല എന്നല്ലേ പറയുക. പാമ്പുകളുടെ, അതായത് അണ്ടർ ഡെവലപ്ഡ് ഓൾഫാക്ടറി സെൻസസ് ഉള്ള ഒരു കാറ്റഗറിയാണ് പാമ്പുകൾ. നമ്മളെപ്പോലെ ഗന്ധം തിരിച്ചറിയാനുള്ള അത്ര ഡെവലപ്ഡ് അല്ല. ഗന്ധം മൂക്കിലൂടെ തിരിച്ചറിയാനും പറ്റത്തില്ല. നമ്മൾ ശ്വാസം എടുക്കുന്നതോടൊപ്പം നമുക്ക് ഗന്ധം തിരിച്ചറിയാൻ പറ്റും. ചുറ്റുമുള്ള വസ്തുക്കളുടെയൊക്കെ നമുക്ക് നല്ല രീതിയിൽ തിരിച്ചറിയാൻ പറ്റും. ഇപ്പോൾ ഈ പട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് വീട്ടിൽ 5 അംഗങ്ങളുണ്ടെങ്കിൽ ഈ 5 പേരെയും വേറെ വേറെ ഗന്ധത്തിലൂടെ അതിനെ തിരിച്ചറിയാൻ പറ്റും. ആ ഒരു കഴിവ് നമുക്കില്ല. നമുക്കുള്ള കഴിവ് പോലും ആർക്കില്ല, പാമ്പുകൾക്കില്ല. അപ്പം പാമ്പുകൾ ഗന്ധം തിരിച്ചറിയുന്നത് നാവിലൂടെയാണ്. ഗന്ധം എന്നുള്ള രീതിയിൽ, അതായത് അത് നാവ് ഇങ്ങനെ ഇടയ്ക്ക് പുറത്തേക്ക് ഇങ്ങനെ ഇട്ട് ഫ്ലിക്ക് ചെയ്യും. മൂക്കത് ഉപയോഗിക്കുന്നത് ശ്വാസം എടുക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ ഈ നാവ് ഇടയ്ക്ക് പുറത്തിട്ട് ഫ്ലിക്ക് ചെയ്യുമ്പോഴേക്കും അതിന് ചുറ്റുവട്ടത്തുള്ള ഇരജീവികളുടെ, അതുപോലെ ഇണപ്പാമ്പുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ സാന്നിധ്യം, ശത്രുക്കൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ സാന്നിധ്യം അതിന് ഇതിലൂടെ മനസ്സിലാവും. അതായത് അവയുടെയൊക്കെ ദേഹത്ത് നിന്നുള്ള മോളിക്യൂൾസ് അന്തരീക്ഷത്തിലുള്ളതിനെ ഇത് ക്യാപ്ചർ ചെയ്തിട്ട് പാമ്പിൻ്റെ തലച്ചോറിന് മുൻവശത്ത് ഒരു ജേക്കബ്സൺസ് ഓർഗൻ എന്ന് പറഞ്ഞിട്ടൊരു ഓർഗനുണ്ട്.
പലപ്പോഴും ഈ ടേസ്റ്റിംഗ് ദ സ്മെൽ എന്നൊക്കെ പറയാറുണ്ട്. നാവ് പുറത്തേക്ക് ഇട്ടിട്ട് ആ ഒരു ഈ മോളിക്യൂൾസ് ഇത് കളക്ട് ചെയ്യുന്ന രീതിയിൽ ഗന്ധം മനസ്സിലാക്കുന്നതുകൊണ്ട്. പക്ഷേ ഇപ്പം നമ്മൾ മണ്ണെണ്ണ തളിച്ചു, മണ്ണെണ്ണയുടെ ഗന്ധം ചിലപ്പോൾ അവിടെ അരമണിക്കൂർ ഉണ്ടാവും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും അരമണിക്കൂർ ഇടവിട്ട് മണ്ണെണ്ണ തളിക്കാൻ പറ്റത്തില്ല. വെളുത്തുള്ളി ചതച്ചിട്ടു അല്ലെങ്കിൽ പാൽക്കായം തളിച്ചു, ഇത്തരത്തിലുള്ള ഇതിൻ്റെയൊക്കെ ഗന്ധം കൊണ്ട് പാമ്പ് വരാതിരിക്കില്ല എന്നുള്ളതാണ് ബേസിക്കലി. അങ്ങനെ തളിച്ചിട്ടുണ്ട് എന്നുള്ള വിശ്വാസത്തിൽ ഇനി പാമ്പ് വരില്ല എന്ന് പറഞ്ഞ് നമ്മൾ കിടന്നുറങ്ങുന്നത് അപകടകരമാണ്. അതുകൊണ്ടാണ് പാമ്പിന്റെ വെളുത്തുള്ളി ചതച്ചിട്ടാൽ വരില്ല എന്ന് പറയുന്നത് എന്തെങ്കിലും സയന്റിഫിക് ആയിട്ടുള്ള ഇല്ല. അത് അത്തരം ഗന്ധങ്ങൾ തിരിച്ചറിയാനോ അത്തരം പ്രദേശങ്ങൾ ഒഴിവാക്കാനോ ഉള്ള കഴിവ് പാമ്പുകൾക്കില്ല എന്നുള്ളതാണ്. ചില ചെടികൾ പാമ്പുകളെ റിപ്പൽ ചെയ്യുമെന്ന് പറയും. അതായത് സർപ്പഗന്ധ, അണലിവേഗം, തുളസി, പലതരം തുളസിയിൽ തന്നെ രാമതുളസിയുണ്ട്, കൃഷ്ണ തുളസിയുണ്ട്, കർപ്പൂര തുളസിയുണ്ട്, അങ്ങനെ പലതരം തുളസിയുണ്ട്. അതിൽ പലതരം തുളസികളിലും പാമ്പുകളെ റിപ്പൽ ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് പലരും വിശ്വസിക്കാറുണ്ട്. തുളസിയിൽ ചുറ്റിയിരുന്ന പാമ്പിനെ നമ്മുടെ റെസ്ക്യൂവേഴ്സ് പലപ്പോഴും പിടിച്ചിട്ടുണ്ട്. അതുപോലെ റേഷൻ കടയിൽ മണ്ണെണ്ണ സ്റ്റോർ ചെയ്തിരിക്കുന്ന റൂമിനകത്തുനിന്ന് എത്ര പാമ്പുകളെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. പെട്രോൾ പമ്പിൽ പെട്രോളിൻ്റെ രൂക്ഷമായ ഗന്ധമുള്ള ഭാഗത്തു നിന്നും പാമ്പിനെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ പാമ്പിനെ റിപ്പൽ ചെയ്യുന്ന ഒരു സംഗതിയാണെങ്കിൽ പാമ്പുകൾ അങ്ങോട്ട് വരരുത്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ നമ്മൾ പാമ്പുകളെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. അപ്പം ഗന്ധത്തിലൂടെ തിരിച്ചറിയാം, അല്ലെങ്കിൽ ശബ്ദത്തിലൂടെ തിരിച്ചറിയാൻ പറ്റില്ല. ബേസിക്കലി ഓൾഫാക്ടറി സെൻസസ് അണ്ടർ ഡെവലപ്ഡ് ആണെന്ന് പറയുന്നത് പോലെ തന്നെ മറ്റൊരു പാമ്പുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ശബ്ദത്തോട് പ്രതികരിക്കാനുള്ള കഴിവില്ല എന്നുള്ളതാണ്. അന്തരീക്ഷത്തിലെ വൈബ്രേഷൻസ് തിരിച്ചറിയാനുള്ള സംവിധാനങ്ങളില്ല. ഒന്ന്, എക്സ്റ്റേണൽ ഇയേഴ്സ് ഇല്ല, നമുക്കുള്ളതുപോലെ ചെവിയില്ല പാമ്പുകൾക്ക്, ഇയർ ഡ്രംസ് ഇല്ല. പകരം നമ്മുടെ ഈ ചെവിക്കുള്ളിൽ മാലിയസ്, ഇൻകസ്, സ്റ്റേപ്സ് എന്ന് പറഞ്ഞ 3 ചെറിയ അസ്ഥികളുണ്ട്. അതിൽ സ്റ്റേപ്സിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു ചെറിയ ഒരു ഓർഗൻ അതിൻ്റെ കീഴ്ത്താടിയെല്ലിൽ ആർട്ടിക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അതിലൂടെയാണ് പാമ്പ് നിലത്ത് അമർന്ന് കിടക്കുന്ന സമയത്ത് നിലത്തുള്ള വൈബ്രേഷൻസ് അതിന് സെൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് പഴമക്കാർ നമ്മളോട് പറയുന്നത് രാത്രിയിൽ നമ്മൾ ഒറ്റയ്ക്ക് നടന്നു പോകണമെങ്കിൽ അമർത്തി ചവിട്ടി നടന്നു പോകണമെന്ന് പറയും. അപ്പോൾ ആ ചെറിയ വൈബ്രേഷൻസ് വഴിയിൽ പാമ്പ് കിടക്കുകയാണെങ്കിൽ അത് സെൻസ് ചെയ്തിട്ട് ആ വഴിയിൽ നിന്ന് അങ്ങോട്ട് മാറും, നമുക്ക് സേഫായിട്ട് കടന്നു പോവാം. അതിന് വേണ്ടിയിട്ടാണ്. പക്ഷെ അന്തരീക്ഷത്തിലെ ശബ്ദങ്ങൾ ഇങ്ങനെ പാമ്പിന് മനസ്സിലാവത്തില്ല. അതിന് ചെവിയും കർണപുടവും ഒക്കെ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. ഇപ്പോൾ ചില പ്രോഡക്ട്സ്, ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ചില പ്രോഡക്ട്സിൻ്റെ കാര്യം പറയുകയാണ്. കൃഷിയിടങ്ങളിൽ കർഷകർ ഇത് കൊണ്ടുപോയിട്ട് അത് അവിടെ ഇങ്ങനെ നിർത്തുന്നു. ഇപ്പം ക്യാമറയുടെ ട്രൈപോഡ് വെച്ചതുപോലെ അവിടെ നിർത്തുന്നു, എന്നിട്ട് അത് ഓണാക്കുന്നു. അപ്പോൾ അതിൽ നിന്നിങ്ങനെ ശബ്ദ തരംഗങ്ങൾ വരും. നമുക്കത് കേൾക്കാൻ പറ്റത്തില്ല, കാരണം ഇനോഡിബിൾ ഫ്രീക്വൻസിയിലുള്ള ശബ്ദമാണ്. ആ ശബ്ദം കാരണം പാമ്പുകൾ ആ പ്രദേശം ഒഴിവാക്കും എന്നാണ് നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത്. അത് അത്തരത്തിലുള്ള ശബ്ദങ്ങൾ അത് ഓഡിബിൾ ആയാലും ഇനോഡിബിൾ ആയാലും അത് തിരിച്ചറിയാനുള്ള എന്തെങ്കിലും സംവിധാനങ്ങൾ ഉണ്ടെങ്കിലല്ലേ പാമ്പുകൾ അത് ആ പ്രദേശം ഒഴിവാക്കുകയുള്ളൂ. അപ്പോൾ അതൊന്നും പാമ്പുകളെ ഒഴിവാക്കാനുള്ള സംഗതികളല്ല. ചില പ്രൊഡക്ട്സും കിട്ടാറുണ്ട്. ചില സ്നേക്ക് റിപ്പലൻസ് എന്ന് പറഞ്ഞിട്ട് അത് വീടിന് ചുറ്റും തളിച്ചു കഴിഞ്ഞാൽ പാമ്പ് അവിടെ വരില്ല. അത് ഈ വെളുത്തുള്ളിയും അല്ലെങ്കിൽ പാൽക്കായവും ഇതൊക്കെ മണ്ണെണ്ണ ഒഴിക്കുന്നത് പോലെയൊക്കെ ചതച്ചിടുന്നത് പോലെയൊക്കെ ഉള്ള സംഗതിയേ ഉള്ളൂ. അതൊന്നും പാമ്പുകളെ അതിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കിയിട്ട് പാമ്പ് ഒഴിവാകുമെന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല. അത് ഒന്നും സയൻറ്റിഫിക്കലി പ്രൂവൺ അല്ല. പിന്നെ കീടനാശിനികൾ തളിച്ചു കഴിഞ്ഞാൽ ചെറിയ ജീവികളൊക്കെ ചത്തുപോകുമെന്ന് പറഞ്ഞതുപോലെ പാമ്പും കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചത്തുപോരും. മണ്ണെണ്ണ പാമ്പിൻ്റെ ദേഹത്തൊഴിച്ചു കഴിഞ്ഞാൽ അതിന് ഭയങ്കരമായിട്ട് പൊള്ളലേൽക്കുകയും അതിന് പരിക്ക് പറ്റുകയും ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ റെസ്ക്യൂ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ മണ്ണെണ്ണ അതിൻ്റെ ദേഹത്തൊഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. പക്ഷേ മണ്ണെണ്ണ തളിച്ചതുകൊണ്ട് അതിൻ്റെ മണം മനസ്സിലാക്കിയിട്ട് പാമ്പ് ആ പ്രദേശത്ത് വരില്ല എന്ന് പറയുന്നത് ഒരു തെറ്റായ അറിവാണ്. അപ്പൊ റിപ്പൽ ചെയ്യാൻ വേറൊന്നും ചെയ്യാനില്ല. 2 കാര്യങ്ങൾ. ഹൈഡ് ഔട്ട്സ്, അട്രാക്ട് ചെയ്യുന്ന സംഗതികൾ ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് റിപ്പൽ ചെയ്യാനുള്ള ഏറ്റവും എളുപ്പ വഴി. അട്രാക്ട് ചെയ്യുന്ന സംഗതികൾ ഹൈഡ് ഔട്ട്സ്, ഒളിയിടങ്ങൾ വീട്ടിൻ്റെ പരിസരത്തൊന്നും ഇല്ലാതിരിക്കുക. മാളങ്ങൾ, പൊത്തുകൾ, അതുപോലെ വിറക് കൂട്ടിയിട്ടിരിക്കുന്നത്, അത്തരത്തിലുള്ള സംഗതികളൊക്കെ ഒഴിവാക്കുക. വീടിനകത്തായാൽ പോലും എങ്ങാനും ഒരു പാമ്പ് വീടിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് കുട്ടികളുടെ ബുക്കും അതുപോലെ നമ്മുടെ വസ്ത്രങ്ങളും എല്ലാം കൂടെ ഒരു വളരെ ഇംപ്രോപ്പറായിട്ട് കൂട്ടിയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്തൊക്കെ അതിന് ദിവസങ്ങളോളം താമസിക്കാം. പല്ലിയും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ പറയണ്ട. അതിന് ഒരു വന്യജീവി, ഇപ്പോൾ കാട്ടുപന്നി ആയാലും വനത്തിൽ നിന്ന് പുറത്തിറങ്ങി ചിലപ്പോൾ എന്തെങ്കിലും ഒരു കൃഷിയിടത്തിൽ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയായിരിക്കും വന്നത്. ആ വന്ന പന്നി തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ അവിടെ അതിന് ഒരു പകൽ സമയമാകുമ്പോഴേക്കും അതിന് ഒളിഞ്ഞിരിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളില്ലാത്ത ഒരു അത്രയും വൃത്തിയായിട്ട് സൂക്ഷിക്കുന്ന ഒരു കൃഷിയിടമാണെങ്കിലാണ് അത് ഹൈഡ് ഔട്ടിന് വേണ്ടി തിരിച്ച് കാട്ടിലേക്ക് പോവുള്ളൂ. കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലമാണെങ്കിൽ അത് അവിടെ തന്നെ നിന്ന് അടുത്ത ദിവസവും ഇത് തന്നെ കഴിക്കും. അപ്പം പല്ലിയെ പിടിക്കാൻ വേണ്ടി വീട്ടിനകത്തേക്ക് കയറി വരുന്ന പാമ്പ് അതിനകത്ത് നിറയെ അതിന് ഒളിഞ്ഞിരിക്കാൻ പറ്റിയ സ്ഥലങ്ങളാണെന്നുണ്ടെങ്കിൽ അത് അവിടെ നിന്ന് അടുത്ത പല്ലിയെ പിടിച്ച് അവിടെ പുല്ലുണക്കാൻ വേണ്ടിയിട്ട് അടിക്കുന്നതിന് വരുന്നുണ്ടല്ലോ, അത് കഴിഞ്ഞാൽ പാമ്പ്
അതും ഇതെല്ലാം ഈ പറഞ്ഞ കാറ്റഗറിയിൽ വരും. അതിൻ്റെ ഒരു സ്മെല്ല് സെൻസ് ചെയ്തിട്ട് പാമ്പ് വരാതിരിക്കാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്.